അങ്ങനെ ഓടി ഒളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒരു 4 ദിവസം മുൻപൊക്കെ ആണെങ്കിൽ ആയിരിക്കുമോ ഷൈൻ ടോം ചാക്കോ പ്രതികരിക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമുക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഷൈൻ ടോം ചാക്കോയെ പരിചയമുണ്ട്. എങ്ങനെയാണ് ചോദ്യങ്ങളോട് എത്രത്തോളം പുച്ഛത്തോടു കൂടിയാണ് ഷൈൻ സംസാരിക്കാറുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ ഒന്നുമില്ലാതെ ഒരു തരത്തെ എത്ര പ്രകോപിപ്പിച്ചാലും നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ തല കുനിച്ച് ഒരു മറുപടിയും പറയാതെ മുന്നോട്ട് പോകും എന്നുള്ള കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇന്ന് ഷൈൻ എത്തിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയില്ല എന്ന് ഉറപ്പിച്ചുള്ള ഒരു ഷൈൻ ടോം ചാക്കോയാണ് നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. ഇന്നിപ്പോൾ പോലീസിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ എന്ത് തരത്തിലുള്ള മറുപടികൾ നൽകുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിൽ നിന്ന് വലിയ പരിക്കൊന്നുമില്ലാതെ, അതായത് വലിയ നടപടിയൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതല്ല എങ്കിൽ പോലീസ് ഷൈൻ ടോം ചാക്കോയിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മറ്റു തെളിവുകളോ മറ്റു മൊഴികളോ മറ്റുള്ളവർ പോലീസിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയിലെ ആ ആഭ്യന്തര പരാതി പരിഹാര സെൽ അല്ലെങ്കിൽ ആഭ്യന്തര സെല്ല് അവർക്ക് നൽകിയ ഒരു പരാതിയുണ്ട്. ആ പരാതി നടി കൊടുത്ത പരാതിയാണ്, വിൻസി കൊടുത്ത പരാതിയാണ്. അതിന്മേൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിട്ട് അവരുടെ IC ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം അവർ ഒരു ശുപാർശ നൽകേണ്ടതുണ്ട്. ആ ശുപാർശ കടുത്ത നടപടിയിലേക്കാണ്. അതായത് 1 വർഷം വരെ വിലക്ക് കൽപ്പിക്കാനുള്ള ശുപാർശ വേണമെങ്കിൽ ആഭ്യന്തര പരാതി കമ്മിറ്റിക്ക് ചെയ്യാവുന്നതാണ്. അത് എംപ്ലോയറായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇളവും ഇനി ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ സിനിമയുടെ മലപ്പുറത്ത് വെച്ചായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ്. ആ സമയത്തൊക്കെ പല ദിവസങ്ങളിലും പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നിർമ്മാതാവും സംവിധായകനും ഒക്കെ ഒന്ന് സഹകരിക്കും, ഈ സിനിമയെങ്കിലും എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിക്കോട്ടെ എന്ന് അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് താൻ തുടർന്ന് അഭിനയിച്ചതെന്ന് നടി പറയുന്നുണ്ട്, വിൻസി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അന്ന് ICയിൽ പരാതിപ്പെട്ടിരുന്നെങ്കിൽ IC രൂപീകരിച്ചത് നിയമപ്രകാരം പോഷ് ആക്ട് പ്രകാരം IC രൂപീകരിച്ചത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാനാണ്. ഒരു നടൻ തനിക്ക് സംശയമുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ഒരു സംശയം നടി പറയുകയാണെങ്കിൽ IC അത് എക്സൈസ് വകുപ്പിനെ ആ സമയത്ത് അറിയിക്കേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് IC എന്നൊരു ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വിൻസി പരാതി കൊടുത്തിരിക്കുന്നത്. വിൻസിയോടുള്ള പെരുമാറ്റം, വിൻസിയോടുള്ള സംസാരം, അതിലൊക്കെ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ സ്വഭാവ രീതികൾ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴാണ് വിൻസി പരാതിപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ആഭ്യന്തര പരാതി കമ്മിറ്റി പരിശോധിക്കുന്നത്. അത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച യോഗം ചേർന്ന് അവരുടെ ശുപാർശ കൊടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഷൈൻ നായകനായോ അല്ലെങ്കിൽ സഹതാരമായോ ഒക്കെ അഭിനയിക്കുന്ന എത്രയോ സിനിമകൾ ഇപ്പോൾ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. അപ്പം ആ സിനിമയെ അത് ബാധിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളെ അത് ബാധിക്കും. അത് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ ആളുകളെ ജസ്റ്റ് അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ അല്പം ഗുരുതരമാണ്. എല്ലാ സിനിമാ സംഘടനകളും, അത് WCC ആണെങ്കിലും അമ്മയാണെങ്കിലും ഫിലിം ചേംബർ ആണെങ്കിലും ശക്തമായ നിലപാട് താരത്തിനെതിരെ എടുക്കും. ആഭ്യന്തര കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പാണ് സിനിമാ സംഘടനകളുടെ ഭാഗത്ത് നിന്ന്. ഇപ്പൊ നിർമ്മാതാക്കളാണെങ്കിലും ശരി, നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും ശരി, ആ ശക്തമായ നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ആ പരാതിയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ സംഘടനകളാണെങ്കിലും സഹിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി സഹിച്ച് ഒരു അങ്ങേയറ്റം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സംഘടനകളിൽ പലരുടെയും സംഘടനകളുടെ ഭാരവാഹികൾ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. ഇത് ഇങ്ങനെയുള്ള ആളുകളെയും കൊണ്ട് സിനിമയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത് സിനിമ സെറ്റിലാണെങ്കിലും ഈ സിനിമ എന്ന പേരിൽ പുറത്തേക്ക് സമൂഹത്തിലേക്ക് വരുന്ന മോശപ്പേരാണെങ്കിലും എല്ലാം ഈ സിനിമയെ വല്ലാണ്ട് ഈ ഒരു മേഖലയെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരക്കാരെ ഒഴിവാക്കി നിർത്തുക, വിലക്കല്ല, ഇവരെ ഒഴിവാക്കി സിനിമാ പ്രോജക്ട്സുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകർ, സിനിമാ സംഘടനകൾ, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ അഭിനേതാക്കളുടെ സംഘടന ഇവരെല്ലാം നേരിടുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഇത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഷൈനുമായി ബന്ധപ്പെട്ട് തന്നെ G. സുരേഷ് കുമാർ, അദ്ദേഹം പ്രമുഖ നിർമ്മാതാവുമാണ്, സംഘടനയുടെ ചുമതലയുള്ള ആളുമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ കഴിഞ്ഞ മാസം കാരവന്റെ ആളുകളുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കാരവന്റെ പ്രതിനിധികൾ പറയുന്നത് ഈ കാരവനൊന്നും തുറന്ന് അകത്തേക്ക് കയറാൻ കഴിയില്ല, അത്രയധികം പുകയും ഇതൊക്കെയാണ്, അങ്ങനെ ആ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? പല പരിമിതികളാണ്. സിനിമ നിന്നു പോകും, എത്രയോ ആളുകളുടെ ജീവിത മാർഗമാണ്, അത് നിലച്ചു പോകും. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും
ഈ നടന്മാർ രക്ഷപ്പെട്ടു പോകുന്നത്. എന്തായാലും ഇത്തവണ കാര്യം അല്പം ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം സംസ്ഥാനം ഒരു സന്ധിയില്ലാത്ത സമരം ചെയ്യുകയാണ് ഈ ലഹരിക്കെതിരെ. ആ സമയത്താണ് ഈ കേസ് വന്നിരിക്കുന്നത്. വലിയ ഹൈപ്പ് ഇതിന് വിഷയത്തിന് കിട്ടിയിട്ടുണ്ട്. ധൈര്യപൂർവ്വം ഒരു നടി തുറന്നു വന്ന് താൻ നേരിട്ട ദുരനുഭവങ്ങൾ പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെ ആ സിനിമാ സെറ്റിൽ നടന്നുവെന്ന് പറയുന്നുണ്ട്. ആ നടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സിനിമാ സംഘടനകൾ ഒന്നടങ്കം രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും സാധാരണ രീതിയിൽ ഒരു തേഞ്ഞു മാകുന്നത് പോലെ ഈ തേഞ്ഞു മാഞ്ഞു പോകുന്നത് പോലെ ഈ കേസിൽ സംഭവിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമ മൊത്തത്തിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമയിലുള്ളവരെല്ലാം ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് ആരും കരുതുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സിനിമാ മേഖലയിൽ എന്തൊക്കെയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധികമായി നടക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ അവിടെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളൊരു ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരക്കാരെ സിനിമയിൽ നിന്ന് പരമാവധി ഒഴിവാക്കി നിർത്തുക, അതല്ലെങ്കിൽ സിനിമാ സെറ്റിൽ വന്ന് ലഹരി ഉപയോഗിച്ചതിന് ശേഷം കുഴപ്പമുണ്ടാക്കുകയും സഹ നടന്മാരോടോ നടിമാരോടോ മോശമായി പെരുമാറുകയും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടുകയും ചെയ്യുന്നവരെ എങ്കിലും ഈ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അതിന് സിനിമാ ഭാരവാഹികൾ അല്ലെങ്കിൽ സിനിമാ സംഘടനകളുടെ ഭാരവാഹികൾ ശക്തമായ നടപടി എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.